എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം. വേറിട്ട ചിന്തകയുടെ 112ാമത്തെ എപ്പിസോഡും കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി ചിന്തിച്ചു വന്ന എന്താണ് അനുഗ്രഹമെന്ന വിഷയത്തിൻ്റെ ഒടുവിലത്തെ എപ്പിസോഡായ ഈ മൂന്നാമത്തെ ഭാഗത്തിലേക്കും എല്ലാ നല്ല ശ്രോതാക്കളെയും ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ അവതരിപ്പിച്ചു വന്ന, അതായത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 8-ാം അധ്യായത്തിലും പറഞ്ഞിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വർധനവ് വെളിപ്പെടുത്തിക്കൊണ്ടാണ് ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു വന്നത്. അപ്പോൾ അതിനകത്തൊരു വ്യക്തി മുൻവിധിയോടുകൂടി ഒരു കമൻ്റ് ഇട്ടിരുന്നു. അനുഗ്രഹമെന്നാൽ വർധനവാണോ, അതായത് സാമ്പത്തിക വർധനവാണോ, ഇത്തരത്തിലുള്ള ഉപദേശമാണ് ആത്മീയ ലോകത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഒരു മുൻവിധി നടത്തിക്കൊണ്ട് ഞാൻ ആ പ്രിയ ശ്രോതാവിനോടൊന്ന് ചോദിക്കട്ടെ. ആത്മീയ ലോകത്തിൽ നല്ലൊരു ശതമാനം ആളുകളും ധരിച്ചിരിക്കുന്നത് സാമ്പത്തികമാണ് ദൈവം കൊടുക്കുന്ന അനുഗ്രഹം എന്നുള്ള ധാരണ നിലനിൽക്കുമ്പോൾ, ഞാൻ വേറിട്ട ചിന്ത എന്നുള്ള പേരിൽ ആ വിഷയത്തെക്കുറിച്ച് അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചുകൂടെ, ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്ന ആ ഒരു വിലയിരുത്തലിൻ്റെയും വീക്ഷണത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടൊന്നാണ് വരാൻ പോകുന്നതെന്ന്. അതുതന്നെയാണ് ഞാനും പറയാൻ പോകുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, എന്തിനാണ് ഞാനിതൊരു പഠന വിഷയമാക്കുന്നത്? കാരണം എല്ലാവരും അറിഞ്ഞിരിക്കുന്ന കാര്യം അതാണ്. അതുകൊണ്ട് എൻ്റെ ശ്രോതാക്കളോട് പറയുന്നത്, മുൻവിധികൾ മാറ്റിവെക്കുക. ഒന്നാമത്തെ കാര്യം, നമ്മൾ സമൂഹത്തിലേക്ക് ഒരു ആശയം കൊടുക്കുമ്പോൾ അതിൻ്റെ വിജയമെന്ന് പറയുന്നത് അതിനെ ഗ്രഹിപ്പാൻ കഴിവുള്ളതും, ഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ അതിനെ അംഗീകരിക്കാൻ മനസ്സുള്ളവരുമായ ഒരു ഓഡിയൻസിനെ നമുക്ക് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഏതൊരു പ്രബന്ധത്തിൻ്റെയോ ആശയത്തിൻ്റെയോ അവതരണത്തിൻ്റെ ഉള്ള അനന്തരഫലം എന്ന വിജയം നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഗ്രഹിക്കാതെ, അതിന് വേണ്ട വിധം മനസ്സിലാക്കാതെ, ഇത്തരത്തിലുള്ളതായ മുൻവിധികൾ ഒഴിവാക്കിയിട്ട് കേട്ടതിന് ശേഷം, ഒരു വിഷയമാണെങ്കിൽ അതിൻ്റെ അവതരണത്തിൻ്റെ പൂർത്തീകരണത്തിൽ എത്തിയതിന് ശേഷം താൻ എന്താണ് ആശയം പുറത്തേക്ക് പറഞ്ഞിരിക്കുന്നത്, ആ ആശയത്തെ അത് തെറ്റാണെങ്കിൽ അതിനെ ഖണ്ഡിക്കുവാനുള്ള തെളിവുണ്ടെങ്കിൽ സ്വാഗതം, ആരെയും അതിൽ നിന്നും ഒഴിവാക്കി മാറ്റി നിർത്തുന്നില്ല. ശരി, നമ്മുടെ വിഷയത്തിലേക്ക് വരട്ടെ. കഴിഞ്ഞ എപ്പിസോഡായ 2-ാമത്തെ ഭാഗത്ത് ഞാൻ പറഞ്ഞത്, ഈ ഭൂമിയിൽ സൃഷ്ടിച്ച ജീവജാലങ്ങളെ ദൈവം വർദ്ധിപ്പിക്കുന്നതായിട്ടും മനുഷ്യനോടുള്ള ബന്ധത്തിൽ നോഹയോടും ആദാമിനോടും പറഞ്ഞ സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ എന്ന് പറഞ്ഞിരിക്കുന്നിടത്തും സാമ്പത്തിക കാര്യം വന്നിട്ടില്ല. ശ്രോതാവേ, ആദ്യം ഇത് മനസ്സിലാക്കുക, സാമ്പത്തിക കാര്യം വന്നിട്ടില്ല. 2, പുതിയ നിയമത്തിൽ നിന്നും ഒരു വർധനവ്, അതായത് ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൻ്റെ 8-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ഞാൻ വായിച്ചത്, 5 അപ്പവും 2 മീനും എടുത്തു അനുഗ്രഹിച്ചു. അവിടെയും ഒരു വർധനവാണ് കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കിങ്ങനെ ചിന്തിക്കാം, ആ പ്രിയ ശ്രോതാവ് അങ്ങനെ ചിന്തിച്ചതിൽ ഒരു പരിധിവരെ തെറ്റില്ല. പക്ഷേ മുൻവിധിയായിപ്പോയി തെറ്റ്. ഇതുവരെ ഇദ്ദേഹം വർധനവാണ് പറഞ്ഞതെങ്കിൽ ഇനിയും വരാൻ പോകുന്നത് വർധനവ് തന്നെ. അത് നല്ലൊരു ധാരണ തന്നെയാണ്. പക്ഷേ ഇവിടെ 5 അപ്പവും 2 മീനുവും യേശു അതിനെ അനുഗ്രഹിച്ചിട്ട് അതിനെ വർദ്ധിപ്പിച്ചപ്പോൾ അതിൻ്റെ പിന്നിലെ ലക്ഷ്യമെന്താണെന്നും അവിടെ സംഭവിച്ചത് എന്താണെന്നും ഒന്ന് കടന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. അതായത് 3 നാളുകളായി യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങി വന്ന ജനങ്ങൾ യേശുവിൻ്റെ വചനം കേൾക്കാൻ വന്നവരാണ്. ആ വചനം കേൾക്കാൻ വന്നവർ 3 ദിവസത്തെ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന വഴിയിൽ അവർ തളർന്നുകുത്തി കണ്ട ഓടയിലും വീണ് കരിങ്കേലും ചാരി ഇങ്ങനെ ഇരുന്നാൽ വഴിപോക്കര് ചോദിക്കും, എന്താ പറ്റിയത്, പ്രഷർ മൂത്തോ, ഷുഗർ കൂടിയോ? അവർ പറയും, ഇതൊന്നുമില്ല, ഞങ്ങളൊരു യോഗത്തിന് പോയതായിരുന്നു. ആരുടെ യോഗം? യേശുവിൻ്റെ യോഗം. എന്നിട്ട് അത് 3 ദിവസത്തെ പരിപാടി ഉണ്ടായിരുന്നു. ഈ വചനമൊക്കെ കേട്ടിരുന്നപ്പോൾ വിശപ്പ് അങ്ങോട്ട് ഇല്ലാതെയായി. പക്ഷെ അവിടെ നിന്ന് പോന്നപ്പോൾ വിശക്കുന്നു. അതുകൊണ്ട് വിശപ്പ് കാരണം ഞങ്ങളിവിടെ വീണതാണെന്ന് പറഞ്ഞാൽ ഈ ശിഷ്യന്മാർക്ക് പിന്നെ സമൂഹത്തിലൂടെ ഇറങ്ങി ഇത് നടന്ന് പറയാൻ പറ്റത്തില്ല.
എവൻ്റെ പുറകെ പോയ ഇതാണ് അവസ്ഥ എന്ന് പറയും. ഇത് ഇവർക്കൊരു അവലാതിയായി. അതുകൊണ്ട് ഗുരുവിനോട് പറഞ്ഞു അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം. ആ ഒരു ടെൻഷൻ നിലനിൽക്കെ യേശു അടുത്ത വാക്ക് പറയുക, അത് നിങ്ങൾ കൊടുക്കുവിൻ. എങ്ങനെയുണ്ട്? എരുതിയിലേക്ക് എണ്ണ ഒഴിക്കും പോലെ ആയിപ്പോയത്. ഒന്നാമതൊരു ടെൻഷൻ, അതിൻ്റെ കൂട്ടത്തിൽ അത് നിങ്ങൾ കൊടുക്കുന്നു പറഞ്ഞപ്പോൾ സംഭവം പൂർണ്ണമായി. ശിഷ്യന്മാരെ മാനസികമായി അലട്ടിയ ഒരു വിഷയമാണ് യേശുവിൻ്റെ പിന്നാലെ വചനം കേൾക്കാൻ ഇറങ്ങിത്തിരിച്ചവർ ഭക്ഷണമില്ലാതെ വഴിയിൽ കിടന്നാൽ സംഭവിക്കുന്ന വിഷയത്തിൻ്റെ പിന്നിലെ ആഘാതം. ആ പ്രശ്നത്തിന് അല്ലെങ്കിൽ അവരെ അലട്ടിയ വിഷയത്തിന് ഒരു പരിഹാരം വരുത്തുവാനാണ് ദൈവം അതിനെ അനുഗ്രഹിച്ചത്, അതിനെ വർദ്ധിപ്പിച്ചത്. ഇനൊന്നുകൂടി പറയാം, യേശു പ്രാർത്ഥന പഠിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞത്, അതിൽ അപേക്ഷയായി പറയുന്ന വാക്കുകളെ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഇത് മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള വാക്യങ്ങളാണ്. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. പെടണമേ ഒരു യാചനാസ്വരം. 2, നിന്റെ രാജ്യം വരേണമേ. വരേണമേ. അടുത്തത്, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകേണമേ. പ്രാർത്ഥനയുടെ ആ യാചനാസ്വരമുള്ള വാക്കുകളാണ് ഞാൻ വായിക്കുന്നത്. അടുത്തത്, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. അടുത്തത്, ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. അടുത്തത്, ദുഷ്ടങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. അപ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ യാചനാ സ്വരത്തിൽ പറയുന്ന വാക്കുകൾ: 1, വിശുദ്ധീകരിക്കപ്പെടണമേ; 2, വരേണമേ; 3, ആകേണമേ; 4, തരേണമേ; 5, ക്ഷമിക്കണമേ; 6, വിടുവിക്കണമേ. ഈ 6 കൂട്ടം കാര്യങ്ങൾ യാചനാ സ്വരത്തിൽ അപേക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് തരേണമേ എന്ന് പറയുന്നത് ഒരേ ഒരു കാര്യമുള്ളൂ, അത് ആഹാരമാണ്. പണമല്ല, സമ്പത്തല്ല. മനസ്സിലാക്കണം, ആഹാരം. അതെങ്ങനെയാണ് പറഞ്ഞത്? എനിക്കും എൻ്റെ മക്കൾക്കും അവരുടെ മക്കൾക്കും പിന്നെ വരാൻ പോകുന്ന മക്കൾക്കും, അങ്ങനെ 7 തലമുറകൾക്ക് ഇരുന്ന് ഭക്ഷിപ്പാനുള്ള ഭക്ഷണം ഞങ്ങളുടെ പാണ്ഡികശാലയിലേക്ക് നിറയ്ക്കണമേ എന്നല്ല. വാക്കിങ്ങനെയാണ്: ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ തന്നെ തരണമെന്നുള്ളതല്ല. ഇന്നത്തെ ആഹാരം ഇന്ന് തരയണം, നാളത്തെ ആഹാരം നാളെ തരും. ഈ ലോട്ടറിക്കാരെ അനൗൺസ്മെൻറ്റിന് അവരൊറ്റ വാക്ക് പറഞ്ഞുള്ളൂ: നാളെ നാളെ നാളെ. ആ ഒരൊറ്റ സംഭവം കൊണ്ട് റെക്കോർഡ് ചെയ്ത് വെച്ചാൽ എന്നും അത് ഉപയോഗിക്കാം. എന്നതുപോലെ തന്നെ ഇവിടെ ഇന്ന് തരയണമേ, ഇന്നത്തേക്കുള്ള ആഹാരം ഇന്ന് തരയണമേ. ഞാൻ ഇന്നത്തെ ആത്മീയ ലോകത്തിൽ വരുന്ന ധാരണയുടെ അടിസ്ഥാനത്തിൽ 2 വാക്കിലൊരു ആശയം പറയാം. 2 ആളുകൾക്ക് മീൻ ഭക്ഷിക്കുവാനുള്ള ആഗ്രഹമുണ്ടായി. 2 പേരും പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ ഒരാൾക്ക് 2 കിലോ മീൻ സൗജന്യമായി കിട്ടി, ഒരാൾക്ക് 2 ലോഡ് മീൻ സൗജന്യമായി കിട്ടി. സ്വാഭാവികമായിട്ടും നമ്മൾ പറയും, അയ്യോ 2 ലോഡാണ് കിട്ടിയ, ദൈവം അവനെ അനുഗ്രഹിച്ചു. മറ്റവൻ എന്തോ കുഴപ്പമൊക്കെ ഉണ്ടായിരുന്നു, 1 ലോഡ് 2 കിലോയെ കിട്ടിയുള്ളൂ. പറയുമല്ലോ, പറയും. ഇനി ഞാനത് ചോദിക്കട്ടെ, ഈ 2 ലോഡ് കിട്ടിയവന് പിറ്റേ ദിവസം പോയിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവ്, ഇന്ന് എനിക്ക് മീൻ വേണം എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? പക്ഷേ ഈ 2 കിലോ കിട്ടിയവൻ അത് കറി വെച്ച് കഴിച്ചു. പിറ്റേ ദിവസം പറയാണ്, ഇന്ന് എനിക്ക് മീൻ വേണം. അവന് ഫ്രഷ് മീൻ കിട്ടി. മറ്റവന് ഒരു ദിവസം പഴക്കമുള്ള മീൻ. പിറ്റേ ദിവസവും ഇതുപോലെ തന്നെ 2 ലോഡ് മീൻ കിട്ടിയവന് ഇത് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് കിട്ടിയവൻ ഇന്ന് കഴിച്ചു. ആ 3-ാമത്തെ ദിവസവും പറഞ്ഞു, കർത്താവേ, എനിക്ക് ഇന്ന് ഭക്ഷണം. അന്നും അവന് ഫ്രഷ് മീൻ കിട്ടി. 2 ലോഡ് കിട്ടിയവൻ 3 ദിവസം പഴക്കമുള്ള പഴയ മീൻ. ഇങ്ങനെ നിങ്ങൾ സങ്കല്പിച്ച് നോക്കി, 1 മാസം കഴിയുമ്പോൾ എന്നാ സംഭവിക്കണമെന്ന് ഓർത്ത് നോക്കിക്കേ. അന്നന്ന് വേണമെന്ന് പറഞ്ഞവൻ ഫ്രഷ് സാധനം അന്നന്ന് ഭക്ഷിക്കുമ്പോൾ മനസ്സിലായി കാണുമല്ലോ. അതിന് ഞാനത് വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ അനുഗ്രഹം എന്നൊക്കെ പറഞ്ഞ് വിലയിരുത്തുന്നത് ഇങ്ങനെയാണ്. എന്നാൽ ഇവിടെ അന്നത്തേക്കുള്ള ആഹാരം അവർക്ക് കൊടുത്തത്, ആ ഒരു നേരത്തേക്കുള്ള ആഹാരമാണ് കൊടുത്തത്.
അതേസമയത്ത് നമ്മൾ ഇന്ന് പറയുന്നത് പോലെ അതിൻ്റെ കണക്ക് നോക്കിക്കേ, അവിടെ കൂടിയിരുന്നവരെല്ലാം തൃപ്തികരമായി ഭക്ഷിച്ചിട്ട് ബാക്കിയുള്ളത് 12 ശിഷ്യന്മാരുടെ എണ്ണത്തിനൊത്തവണ്ണം 12 കൊട്ട. അതിൻ്റെ അപ്പുറത്തേക്ക് 24 കൊട്ടയൊന്നും മെച്ചം വന്നില്ല. തന്നെയല്ല, എന്നെ ഏതൊക്കെയാണ് ഈ ആഴ്ച എൻ്റെ പറയുകയായിരുന്നു, അങ്ങനെ ഈ ഒരാഴ്ചത്തേക്കുള്ളത് മൊത്തം കൊടുത്തു വിടാൻ എന്ന് കരുതി ഒരാഴ്ചത്തേക്കുള്ള അപ്പവും മീനും വർദ്ധിപ്പിച്ചില്ല. അതാത് നേരത്തേക്കുള്ള ആഹാരമാണ് തന്നത്. ഇപ്പോൾ ആ വർധനവിനെക്കുറിച്ച് പറയാൻ വരുന്നു എന്ന് കരുതി മുൻപരി എഴുതിയ സഹോദരനോട് പറയുകയാണ്, അന്നന്നത്തേക്കുള്ള ആഹാരമാണ്. അപ്പോൾ ഈ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ അതിനകത്ത് 6 യാചനാ വാക്കുകൾ പറയുന്നതിൽ ഒന്ന് മാത്രമേ തരണമേ എന്നുള്ളത്. അതും അന്നന്നത്തേക്കുള്ളത് മതി, അതിൻ്റെ അപ്പുറത്തേക്ക് വേണ്ട. അതാണ് പറയുന്നത്. ഇനി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടന്നു വരട്ടെ. മുൻ വീഡിയോയിൽ നമ്മൾ കണ്ട് അബ്രഹാമിന് ദൈവം ഈ വാഗ്ദത്തം കൊടുക്കുമ്പോൾ തന്നെ ആട്, മാട്, കന്നുകാലി എന്നിവയിലും പൊന്ന്, വെള്ളി എന്നിവയിലും അതിസമ്പന്നനായിരുന്നു അബ്രഹാം. അപ്പോൾ ഒന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇന്നത്തെ ഭാഷയിൽ അനുഗ്രഹിക്കപ്പെട്ടവനായ അബ്രഹാമിനെ വിളിച്ചിട്ട് വീണ്ടും അനുഗ്രഹിക്കാമെന്ന് പറയുമ്പോൾ അവിടെ എന്തോ ഒരു വിരോധാഭാസം പ്രകടമാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ അനുഗ്രഹം എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. ഈ എപ്പിസോഡിൻ്റെ 3-ാമത്തെ ഭാഗത്തിൽ ഇതിൻ്റെ ഉപസംഹാരത്തിലെത്തുമ്പോൾ ഒരു വചനം വായിക്കാൻ ആഗ്രഹിക്കുന്നു. അത് സങ്കീർത്തനം 29 അതിൻ്റെ 11-ാമത്തെ വാക്യം പറയുന്നത്, യഹോവ തൻ്റെ ജനത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കും. യഹോവ തൻ്റെ ജനത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കും. ഈ വിഷയത്തെ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അനുഗ്രഹം സമാധാനമാണ് എന്ന് പറയുമ്പോൾ ദൈവം പഴയ നിയമഭക്തന്മാർക്ക് കൊടുത്ത വാഗ്ദത്തത്തിലും യേശു ഈ ഭൂമിയിൽ വന്ന് 33.5 വർഷം ജീവിച്ച് പ്രവർത്തിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്തും അനുഗ്രഹിച്ച അനുഗ്രഹവും നമ്മൾ കമ്പയർ ചെയ്തൊരു ചിന്തയ്ക്ക് വചനത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ആദ്യം നമുക്ക് അബ്രഹാമിലേക്ക് ഇറങ്ങാം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കാൻ പോവുകയാണ്. അതിൻ്റെ ശേഷം അബ്രാമിൻ്റെ ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, അബ്രാമേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു. അതിന് അബ്രാം, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്തു തരും? അതായത് എനിക്ക് സമ്പത്ത് വേണ്ട, പൊന്നു വേണ്ട, വെള്ളി വേണ്ട, കാള, ആട്, മാട് ഇവയൊന്നും വേണ്ട. അതെല്ലാം എനിക്ക് വേണ്ടുവോളമുണ്ട്. പക്ഷേ നീ എനിക്കെന്ത് തരും? അടുത്ത വാക്ക്, ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. തൻ്റെ അവസ്ഥ പറയുകയാണ്, ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. ഒരു പക്ഷേങ്കിൽ അയൽവാസികളും ജനങ്ങളുമെല്ലാം ഇങ്ങനെ പറയാം, ഇതെല്ലാം നിനക്കുണ്ടെങ്കിലും അനുഭവിക്കാനൊരു തലമുറയില്ലല്ലോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ പിന്നിൽ അബ്രഹാമിൻ്റെ മനസമാധാനം കെട്ടുപോയ ഒരു അവസ്ഥയിൽ നിന്ന് ചോദിക്കുന്നതാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ, എൻ്റെ അവകാശി ദമേശ്യക്കാരനായ ഈ എല്ലേസർ അത്രേ എന്ന് പറഞ്ഞു. നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല, എൻ്റെ വീട്ടിൽ ജനിച്ച ദാസൻ എൻ്റെ അവകാശിയാകുന്നു എന്ന് അബ്രഹാം പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞ വാക്ക് അടുത്തത്, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവന്നവൻ തന്നെ നിന്റെ അവകാശി ആകുമെന്ന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായി. ഇവിടെ ജനമെല്ലാം അബ്രഹാമിനെ കണ്ടിട്ട് ഇന്നത്തെ ശൈലിയിൽ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അബ്രഹാം പറയാണ്, എനിക്ക് സ്വത്ത് വേണ്ടുവോളമുണ്ട്, ആടുണ്ട്, മാടുണ്ട്, കന്നുകാലിയുണ്ട്, വെള്ളിയുണ്ട്, പൊന്നുണ്ട്. പക്ഷേ എനിക്ക് ഇതെല്ലാം അനുഭവിപ്പാൻ ഒരു സന്തതിയില്ലല്ലോ. എത്ര വേദനയോടുകൂടി അബ്രഹാം പറയുന്നത് കേൾക്കുക, എത്ര വേദനയോടുകൂടിയാ. അത് തന്നെ അലട്ടിയ ഒരു വിഷയമായിരുന്നു, തൻ്റെ സമാധാനത്തെ കെടുത്തിക്കളഞ്ഞൊരു വിഷയമായിരുന്നു. ആ അലട്ടിയ വിഷയം, ഭാരപ്പെടുത്തിയ വിഷയത്തിന് മറുപടിയായിട്ട് ദൈവം പറയുന്നത്, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്നെ ഭാരപ്പെടുത്തുന്ന വിഷയത്തിന് ഞാനൊരു പരിഹാരം തരാം. കഴിഞ്ഞ എപ്പിസോഡിൽ വായിച്ച് പറഞ്ഞുകൊണ്ടല്ലോ, ദൈവം സാറായി അനുഗ്രഹിച്ച് അവളിൽ ഒരു മകനെ കൊടുത്തു. അപ്പോൾ അനുഗ്രഹം എന്താണെന്ന് അവിടെ തന്നെ പ്രകടമായിട്ടുണ്ട്. ഇവിടെ അനുഗ്രഹം എന്നുള്ള വാക്ക് പറയാൻ കാരണം അബ്രഹാമിൻ്റെ മനസ്സിൻ്റെ സ്വസ്ഥത കെട്ടുപോയ, സമാധാനമില്ലാതെ പോയ ഏക വിഷയം ഇപ്പോൾ ഉള്ളത് തനിക്കൊരു മകനില്ല എന്നുള്ളതാണ്. ആ മകനെ കൊടുക്കുമ്പോൾ താൻ സമാധാനമുള്ളവനായി മാറി. വിശ്വസ്തനായ, സർവശക്തനായ, സൃഷ്ടാവായ ദൈവം പറയുകയാണ്, അബ്രഹാമേ, നിന്റെ സമാധാനം കെട്ടുപോയത് നിന്റെ ഈ ഒരു വിഷയമല്ലേ, നിനക്കൊരു സന്തതിയില്ല എന്നുള്ളതല്ലേ, അത് ഞാൻ തരാം.
ദൈവത്തിൽ വിശ്വസിച്ച അബ്രഹാമിൻ്റെ സമാധാനക്കേടിന് അവസാനം വന്നു. താൻ സമാധാനമുള്ളവനായി മാറി. മനസ്സിലാക്കുക. ഇനി അടുത്തൊരു സന്ദർഭം കൂടി അതിനെ ഉറപ്പിക്കുവാനായി വീണ്ടും അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ അതിൻ്റെ 19-ാം വാക്യത്തിൽ ശാലേം രാജാവാണ്. അതായത് നീതിയുടെ രാജാവ്, നീതിയുടെ പ്രഭു എന്നും സമാധാനത്തിൻ്റെ പ്രഭു എന്നും പേരുള്ള ശാലേം രാജാവ് ആണ് അനുഗ്രഹിക്കുന്നത്. ആ അനുഗ്രഹം കൊടുക്കുവാൻ ഒരു കാരണമുണ്ട്. അതതിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുക. അവിടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അബ്രഹാമിനോട് കൂടി ഇറങ്ങിത്തിരിച്ച തൻ്റെ സഹോദരനായ ലോത്ത് ഇവിടെ വന്നപ്പോൾ അന്യജാതി രാജാക്കന്മാരാൽ പിടിക്കപ്പെട്ടു. താനും തൻ്റെ സ്വത്തുക്കളും തൻ്റെ കൂടാരവും തൻ്റെ ഭാര്യയും സർവ്വതും അന്യരാജാക്കന്മാരാൽ പിടിക്കപ്പെട്ടു. അവർ ബന്ധിക്കപ്പെട്ടു. ഈ വാർത്ത അബ്രഹാമിൻ്റെ കാതിൽ എത്തിയപ്പോൾ തൻ്റെ സമാധാനം കിട്ടുപോയി. ഉടനെ തന്നെ 318 അഭ്യാസികളെയും കൂട്ടിക്കൊണ്ട് അവരെ മോചിപ്പാനായി പോകുകയാണ്. അവിടെ പോയ പോക്കിൽ അബ്രഹാം ഉദ്ദേശിച്ചതുപോലെ തൻ്റെ സഹോദരനെയും തനിക്കുള്ള വസ്തുവകകളും എല്ലാം താൻ തിരിച്ചു പിടിച്ചപ്പോൾ തൻ്റെ അസമാധാനത്തിന് ഒരറുതി വന്നു. താൻ സമാധാനമുള്ളവനായി മാറി. അപ്പോഴാണ് സമാധാനത്തിൻ്റെ പ്രഭു അനുഗ്രഹിക്കുന്നു. അപ്പോൾ സമാധാനത്തിൻ്റെ പ്രഭു എന്താ കൊടുക്കാൻ സാധ്യത? സ്വർണ്ണ വ്യാപാരിയാണെങ്കിൽ സ്വർണം കൊടുക്കും, വെള്ളി വ്യാപാരിയാണെങ്കിൽ വെള്ളി കൊടുക്കും. ഇവിടെ സമാധാനത്തിൻ്റെ പ്രഭു കൊടുക്കുന്നത് സമാധാനം തന്നെയാണ്. എത്രയോ വ്യക്തമാണ്. യഹോവ തൻ്റെ ജനത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കും. എത്രയോ വ്യക്തമാണ്. ഇവിടെ സമാധാനത്തിൻ്റെ രാജാവ് അബ്രഹാമിന് സ്വസ്ഥത കൊടുത്തു, സമാധാനം കൊടുത്തു. തൻ്റെ സഹോദരനും തൻ്റെ സ്വത്തും തൻ്റെ ഭാര്യയും സകലതും പിടിക്കപ്പെട്ട് ബന്ധിക്കപ്പെട്ടു പോയപ്പോൾ അവിടെ നിന്ന് അന്യരാജാക്കന്മാരിൽ നിന്ന് വിടുവിച്ച് അവിടുന്ന് വിജയം പ്രാപിച്ച് വരുമ്പോഴാണ് ഇവിടെ ഈ അനുഗ്രഹത്തിൻ്റെ വാക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ അവിടെയും നമുക്കുറപ്പായി. ഇനി അടുത്തത് അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം ഇസഹാക്കിൽ കൈമാറി. ഇസഹാക്കിൽ നിന്ന് യാക്കോബിലേക്ക് വന്ന് യാക്കോബിൽ നിന്നാണ് അതിൻ്റെ വർധനവ് വരുന്നത്. യാക്കോബിനോടുള്ള ബന്ധത്തിൽ ഈ അനുഗ്രഹം എന്നുള്ള വിഷയം നമുക്കൊന്ന് പഠിക്കാം. യാക്കോബ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ തൻ്റെ സഹോദരനായ ഏശാവിൻ്റെ വായിൽ നിന്ന് മുഴങ്ങിയ ഭീഷണി വാക്കിൽ ഭയപ്പെട്ട് താൻ അവിടെ നിന്ന് ഓടിപ്പോകുകയാണ് തൻ്റെ അമ്മാവൻ്റെ ഭവനത്തിലേക്ക്. പോകുമ്പോൾ തൻ്റെ കയ്യിൽ ഒരു വടി മാത്രമേ ഉള്ളൂ. അവിടെ ചെന്ന് ദീർഘകാലമായ 21 വർഷം താൻ അവിടെ അധ്വാനിച്ചു. അധ്വാന ഫലത്തിൻ്റെ നിറവിനാൽ ഭാര്യമാർ, ദാസിമാർ, പുത്രസമ്പത്ത്, അവിടെ പറഞ്ഞിരിക്കുന്നത് പുത്രസമ്പത്ത്, ഒരു വലിയൊരു ആട്ടിൻകൂട്ടം, ഇതെല്ലാമായി യാക്കോബ് ലാബാൻ്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് പോരുകയാണ്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോയി. യാക്കോബിൻ്റെ മടങ്ങി വരവ് കണ്ടപ്പോൾ ചില ആളുകൾ ഈ യാക്കോബ് അവിടേക്ക് പോകുന്നത് 21 വർഷങ്ങൾക്ക് മുൻപ് കണ്ടിട്ടുള്ള ചില ആളുകൾ, ആ പോകുന്നത് യാക്കോബല്ലേ? അതല്ലോ. ആ കൂട്ടത്തിൽ കാണുന്നത് അയ്യോ അതൊക്കെ ദൈവം അവനെ അനുഗ്രഹിച്ചതാ. അവൻ അനുഗ്രഹിച്ചു, അപ്പോൾ വലിയ സമ്പത്തായി. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് പോയപ്പോൾ ഒരു വടി മാത്രമേ കയ്യിലുള്ളൂ. അതാ പറഞ്ഞത്, അങ്ങോട്ടൊരു വടി മാത്രം കയ്യിൽ കൊണ്ടുപോയവൻ ഇപ്പോൾ അതേ വരുന്നു. ദാസന്മാരെ, വലിയൊരു പറ്റം ആട്, വലിയ സമ്പത്തിൻ്റെ ഉടമയായിട്ട് വരിക. അപ്പോൾ ആൾക്കാരെല്ലാം പറഞ്ഞു, ദേ ഇങ്ങനെയാണ് ദൈവം ഒരുവനെ അനുഗ്രഹിച്ചാൽ, ദേ ഇങ്ങനെയാണ്. നോക്കിക്കേ, ദൈവം ഒരുവനെ അനുഗ്രഹിച്ചാൽ ഇങ്ങനെയാണ്. ഇത് ബൈബിളിലുള്ള വചനമല്ലാട്ട് പറയുന്നത്, ഞാൻ എൻ്റെ ഒരു ഭാവന പറയുകയാണ്. അപ്പോൾ അവിടെ നിങ്ങോട്ട് പോന്ന് യാബോക്ക് കടവിലെത്തിയപ്പോൾ യാക്കോബെ ഒഴികെ ബാക്കി തനിക്കുള്ളതെല്ലാം അക്കരെ എത്തിച്ചു. താൻ എന്നിട്ട് ഇവിടെ നിൽക്കുക. ഈ യാബോക്ക് കടവ് വരെ യാതൊരു ടെൻഷനുമില്ലാതെ വന്ന യാക്കോബിന് ഇനി ഈ കടവ് അപ്പുറത്തേക്ക് കടന്നാൽ അന്ന് ഭീഷണി വാക്ക് പറഞ്ഞ തൻ്റെ ജ്യേഷ്ഠ സഹോദരനായ യേശാവുണ്ട്. കണ്ടാൽ എന്ത് സംഭവിക്കും? അന്ന് പറഞ്ഞ വാക്കുണ്ടല്ലോ, അത് നിറവേറ്റും. യാക്കോബിന് ടെൻഷനായി, സമാധാനം കെട്ടുപോയി. അപ്പോൾ തൻ്റെ സഹോദരനെ പ്രീതിപ്പെടുത്താനായി സമ്മാനങ്ങളുമായിട്ടൊക്കെ ദാസന്മാരെയൊക്കെ വിടുന്നുണ്ട്. ഇത് കൊണ്ടുപോയി കൊടുക്കണമെന്നുണ്ട് യജമാനനായ
ഏശാവിന് കൊടുക്കണം. എന്നിട്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയണം, നിൻ്റെ ദാസനായ യാക്കോബ് ദാ വരുന്നു, നിന്നെ പ്രീതിപ്പെടുത്താനായി, നിന്നെ പ്രസാദിപ്പിക്കാനായി തന്നുവിട്ടതാണ് എന്നൊക്കെ പറഞ്ഞ് അവനൊന്ന് മെരുക്കിയെടുക്കാനാണ് ഈ സമ്മാനമായിട്ട് വിട്ടത്. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ഈ സമ്മാനം കൊണ്ടൊന്നും ഏശാവ് മെരുങ്ങാൻ പോകുന്നില്ല. ഏശാവിൻ്റെ വാശി ഇങ്ങനെ മനസ്സിൽ കിടന്ന് കത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ യാക്കോബിൻ്റെ സമാധാനം കിട്ടു. പിന്നെ നമ്മൾ കാണുന്നത് ദൂതനുമായി പിടുത്തം കൂടുകയാണ്. രാത്രിയിലാണ് പിടുത്തം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കാരണം ഉഷസ് വരെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ദൂതൻ തന്നെ വിടുവാൻ ആവശ്യപ്പെട്ടപ്പോൾ യാക്കോബ് പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഇനി നമ്മുടെ ചിന്ത പുറകോട്ടൊന്ന് കൊണ്ടുവരിക. അവിടേക്ക് ലാബാൻ്റെ ഭവനത്തിലേക്ക് കേവലം ഒരു വടി മാത്രം കയ്യിൽ എന്തിക്കൊണ്ട് പോയ യാക്കോബ് തിരികെ വരുന്നത് വലിയ ഒരു സമ്പത്തിൻ്റെ ഉടമയായിട്ടാണ് വന്നത്. അതുകൊണ്ടാണ് കടയിലും വഴിയോരങ്ങളിലും കണ്ട മനുഷ്യർ കമൻ്റ് അടിച്ചത്, ഓ ആ മനുഷ്യനെ ദൈവം അനുഗ്രഹിച്ചു കേട്ടോ, ഇപ്പം നോക്കിക്കേ വലിയൊരു സമ്പത്തിൻ്റെ ഉടമയായി. അങ്ങനെ ജനങ്ങളാൽ ഉള്ള പുകഴ്ച പാട്ടും കേട്ട് വന്ന യാക്കോബ് ഇപ്പം പറയുക, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. അതിനകത്ത് കുബുദ്ധി വേണം നമുക്കിങ്ങനെ ചിന്തിക്കാം. തനിക്കുള്ളതെല്ലാം താൻ അക്കരെ കടത്തി. ഇപ്പം യാക്കോബ് ഏകന, തനിക്കൊന്നുമില്ല, അതിൻ്റെ കൂട്ടത്തിലൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമ്പത്ത്, കുറേ മൃഗം, പണം, വെള്ളി, പൊന്ന് ഇതൊക്കെ വേണമെന്നാണോ യാക്കോബ് ചോദിച്ചത്? തനിക്കെന്തെല്ലാം ഉണ്ടെന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ദൈവമാണ് ഇവിടെ പിടുത്തം കൂടുന്നത്. അപ്പോൾ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ലെന്ന് പറഞ്ഞപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു, നിൻ്റെ പേരെന്താ? ചേട്ടാ ഇത് കൊള്ളാമല്ലോ. അപ്പോൾ ഇതൊന്നും അറിയാതെയാണോ ഈ പിടുത്തം നടന്നേ? ഞാൻ ആരാണെന്നോ, എൻ്റെ പേരെന്താണെന്നോ, ഞാൻ എവിടുന്നോ വരുന്നതെന്നോ, എങ്ങോട്ടോ പോകുന്നതെന്നോ, എൻ്റെ കൂട്ടത്തിൽ എന്തൊക്കെയുണ്ടെന്നൊന്നും അറിയാതെയാണോ ഈ പിടുത്തം കൂടിയത്? നിങ്ങളങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നു യാക്കോബ് ലാബാൻ്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് ഈ യാബോക്ക് കടവ് വരെ എത്ര കാൽച്ചുവടുകൾ എടുത്തു വെച്ചു എന്ന് പോലും യാക്കോബിനറിയില്ലെങ്കിലും അതുപോലും കൃത്യം പറയുന്ന ഒരുവനാണ് ദൈവം. നമുക്കിങ്ങനെ വായിക്കാൻ കഴിയുന്നുണ്ടല്ലോ, ഗിദെയോൻ്റെ അപ്പൻ്റെ തൊഴുത്തിൽ നിന്ന് കാളയുടെ പ്രായം വരെ കുറിച്ചിട്ട ദൈവം. ദൈവത്തിൻ്റെ വാഗ്ദത്തം നിറവേറാനുള്ള യാക്കോബിൻ്റെ ഓരോ ചലനങ്ങളും കുറിച്ചിടുന്നില്ല എന്നാണ് കരുതുന്നത്. പിന്നെ എന്തിനാണ് പേര് ചോദിച്ചത്? ഇവിടെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. പേര് ചോദിച്ച വഴിയെ പറഞ്ഞു, എൻ്റെ പേര് യാക്കോബ് എന്നാണ് പറഞ്ഞത്. ഉടനെ തന്നെ ദൂതൻ പറയുകയാണ്, ഇനി നിൻ്റെ പേര് യാക്കോബ് എന്നുള്ളത് ഇസ്രായേൽ എന്നാകും. എന്താണ് പേരുമാറ്റം നടത്തിയത്? പേരുമാറ്റം നടത്തിയത് എന്താണെന്ന് ചോദിച്ചാൽ, സങ്കീർത്തനങ്ങളിൽ ഇസ്രായേൽ എന്നുള്ള പദത്തെ വിശേഷിപ്പിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. ദൈവം ഇസ്രായേലിന്, അതായത് നിർമ്മല ഹൃദയം ഉള്ളവന് തന്നെ എന്നും നല്ലവനാണ്. ആർക്ക്? ഇസ്രായേലിന് അവനെ വിശേഷിപ്പിച്ചത് നിർമ്മല ഹൃദയമുള്ളവന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ആരാ? നിർമ്മല ഹൃദയമുള്ളവൻ. അത് യേശുവിൻ്റെ വാക്കിലും ഒരിക്കൽ പ്രകടമായി. നഥാനിയേൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വന്നപ്പോൾ ഇവനാണ് സാക്ഷാൽ ഇസ്രായേല്യൻ, കാരണം ഇവനിൽ കപടമില്ല. ഈ രണ്ട് വാക്കുകളും ചേർത്ത് പറഞ്ഞാൽ ഇസ്രായേൽ എന്ന വാക്കിന് അവിടെ കപടമില്ലാത്തവൻ, നിർമ്മല ഹൃദയമുള്ളവൻ, ഈ രണ്ട് വിശേഷണമാണ് ഇസ്രായേലിനുള്ളത്. അപ്പോൾ ഇവിടെ തൻ്റെ പേര് യാക്കോബ് എന്നാണെന്ന് പറഞ്ഞപ്പോൾ എന്തിനാണ് ഈ നിർമ്മല ഹൃദയമുള്ളവൻ അല്ലെങ്കിൽ കപടമില്ലാത്തവൻ എന്ന് അർത്ഥം വരുന്ന ഇസ്രായേൽ എന്ന ഒരു പേരിടാനുള്ള കാരണമെന്തെന്ന് ചോദിച്ചാൽ, ഈ പേര് ചോദിച്ചപ്പോൾ തന്നെ യാക്കോബിൻ്റെ ഉള്ളിലേക്ക് വേറൊരു സംഭവം ചാടിക്കയറി വന്നു. എന്തെന്ന് ചോദിച്ചാൽ, തൻ്റെ പിതാവായ ഇസഹാക്ക് വൃദ്ധനായി കാഴ്ച നഷ്ടപ്പെട്ടിരുന്നപ്പോൾ താൻ ഒരു കാര്യം പറഞ്ഞു, എൻ്റെ മക്കളെ, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് നിങ്ങൾ വേട്ടയിറച്ചി കൊണ്ടുവരിക. വനത്തിൽ പോയി വേട്ടയാടി മൃഗത്തിൻ്റെ ഇറച്ചി കൊണ്ടുവരണം. ആദ്യം കൊണ്ടുവരുന്ന ആരാണോ അവനാണ് അനുഗ്രഹം. സ്വാഭാവികമായിട്ടും വേട്ട എന്ന ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഏശാവായതുകൊണ്ട് ഇത് കിട്ടാൻ സാധ്യത ഏശാവനാണ്. അതുകൊണ്ട് ഏശാവ് വനത്തിലേക്ക് പോയ സമയത്ത് ഇവിടെ അമ്മയും മോനും കൂടി പരിപാടി ഒരുക്കി അവിടെ ആട്ടിറച്ചി കൊണ്ടുവന്ന് വേട്ടയിറച്ചിയാണെന്നും പറഞ്ഞ്, ഒരക്ഷരത്തിൻ്റെ വ്യത്യാസമുള്ളേ, രുചിക്ക് പോലും വ്യത്യാസം വന്നിരുന്ന എനിക്ക് തോന്നുന്നത്.
ആട്ടിറച്ചി വേട്ടയിറച്ചിയായി. ഇങ്ങനെ വിദഗ്ധമായ രീതിയിൽ പാചകം ചെയ്തു അപ്പൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചു. കാഴ്ചയില്ലാത്ത അപ്പൻ സംഭവം ഭക്ഷിച്ചിട്ട് തനിക്ക് കാര്യം മനസ്സിലായില്ല. പക്ഷേ ഇവിടെ സ്വരം കേട്ടപ്പോൾ ഒരു സംശയം. അപ്പോൾ എത്ര വിദഗ്ധമായിട്ട് അത് പാചകം ചെയ്തല്ലേ. അപ്പോൾ അടുത്ത് വന്ന് തപ്പി നോക്കിയപ്പോൾ ഏശാവിന് രോമം നിറഞ്ഞ ശരീരമായതുകൊണ്ട് ഇവിടെ കൃത്രിമമായി അതൊക്കെ ഉണ്ടാക്കി വെച്ച് തപ്പി നോക്കിയപ്പോൾ കൈ ഏശാവിൻ്റെ ആണെങ്കിലും ശബ്ദം യാക്കോബിൻ്റെ ആണല്ലോ. ഏതായാലും ഒറ്റ വാക്കി പറയാം, ആ ഭക്ഷണം കഴിച്ചയാൾ ഈ ഭക്ഷണം കൊണ്ടുവന്നിട്ട് അനുഗ്രഹിച്ചു. വേട്ടിറച്ചിയാണോ ആട്ടിറച്ചിയാണോ എന്നൊന്നും നോക്കിയില്ല. ആശാൻ്റെ വയറ് നിറഞ്ഞപ്പോൾ സംഭവം അനുഗ്രഹം കൊടുത്തു. ഇന്നും അങ്ങനെയൊക്കെ ആണല്ലോ. ഇതങ്ങോട്ട് ചെല്ലുമ്പോഴാണല്ലോ ഒരു പ്രസാദം. അത്രേ ഉള്ളൂ. അതൊക്കെ പറഞ്ഞാൽ വേറെ വിഷയത്തിലേക്ക് പോകും, ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. അപ്പോൾ ഇവിടെ വിദഗ്ധമായ രീതിയിൽ ഉപായമാർഗത്തിലൂടെ അനുഗ്രഹം പിടിച്ചു പറ്റി ആര്? യാക്കോബ്. ഇനി വേറെ സത്യം, ഇത് ചെയ്തില്ലെങ്കിലും ഈ അനുഗ്രഹം നിനക്കുള്ളതാണ് യാക്കോബേ. അത് നിൻ്റെ അമ്മയ്ക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. കാരണം വയറ്റിൽ കിടന്ന പ്രശ്നം ഉണ്ടാക്കിയില്ല ചേട്ടനും കൂടി. ആ സമയത്ത് ഈ മാതാവ് ചെന്ന് യഹോവയുടെ സന്നിധിയിൽ ചെന്ന് ചോദിച്ചു, ഇവരിപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ വരുമ്പോൾ പുറത്തേക്ക് വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥയെന്ന്. അപ്പോൾ മാതാവിനുടെ യഹോവ പറഞ്ഞു, നിൻ്റെ ഉദരത്തിൽ 2 ജാതികൾ 2 വംശങ്ങൾ. ഒരപ്പനാൽ ജനിച്ച് ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് പോകുന്ന 2 വ്യക്തികൾ 2 ജാതികൾ ആകട്ടെ. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, മൂത്തവൻ ഇളയവനെ സേവിക്കും. അപ്പോൾ സംഭവം കിടപ്പുണ്ടല്ലോ, അറിയാലോ. ഈ ഇസഹാക്കിനും റിബേക്കും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം കൂടി ഞാൻ ചേർത്ത് പറയാം. ഇസഹാക്കിൻ്റെ കാഴ്ചപ്പാട് പോയപ്പോൾ അദ്ദേഹത്തിന് ശാപ്പാട് കിട്ടിയാൽ മതി. പക്ഷെ അമ്മ ദൈവസന്നിധിയിൽ പോയി വെളിപ്പാട് പ്രാപിച്ചുകൊണ്ടാണ് പോകുന്നത്, ഇവരിൽ ആരാ അനുഗ്രഹിക്കപ്പെട്ടവെന്ന്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള വാക്തത്വമുള്ളവൻ്റെ ഭൗതിക അനുഗ്രഹം ഈ ഏശാവ് കൊണ്ടുപോകാതിരിക്കാനാണ് അമ്മ കുതന്ത്രം കാണിച്ചത്. ഏതായാലും ഒറ്റ കാര്യം പറയാം. ഈ കടവിൽ വെച്ച് ദൂതൻ നിൻ്റെ പേരെന്താണ് എന്നുള്ള ചോദ്യം വന്നപ്പോൾ യാക്കോബിലേക്ക് പെട്ടെന്ന് സംഭവം കയറി വന്നു. എടാ, ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കൽ ആ ഭൗതിക അനുഗ്രഹത്തിന് വേണ്ടി ചെന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് ഏശാവ് എന്നാണ് പറഞ്ഞത്. അപ്പോഴും കാര്യം നടന്നു. മനസ്സിലാക്കുക, നുണ പറഞ്ഞപ്പോഴും പേര് മാറ്റി പറഞ്ഞപ്പോഴും തൊഴുത്തിൽ നിന്ന് ആട് കാട്ടിൽ കിടന്ന മൃഗമാണെന്ന് പറഞ്ഞപ്പോഴും അനുഗ്രഹത്തിനൊരു കുറവും വന്നില്ല കേട്ടോ. അത് മനസ്സിലാക്കണം. ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കോളറൊക്കെ വലിച്ചിട്ട് നടക്കുന്ന ആളുകളും കൂടെ ശ്രദ്ധിച്ചോണം. എന്നെ വ്യാജം കാണിച്ചാൽ ഈ സാധനമൊക്കെ കിട്ടുവേ. തൊഴുത്തിൽ നിന്നുള്ള ആടിനെ പിടിച്ചുകൊണ്ട് പോയി കാട്ടുമൃഗമാണെന്ന് പറഞ്ഞ് വെന്ത് വേവിച്ച് കൊടുത്താലും അനുഗ്രഹം ഭൗതികമായിട്ട് കിട്ടാനുള്ളത് കിട്ടും. അത് കിട്ടിയിട്ട് ഞാൻ ദൈവത്തിൻ്റെ പോക്കറ്റിലാണ്, ദൈവം എൻ്റെ പോക്കറ്റിലാണെന്നൊന്നും പറയരുത്. അതൊക്കെ വചനം പഠിച്ച് വന്നാൽ ഉറപ്പാണ് അത് സത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഭൗതിക അനുഗ്രഹം പ്രാപിപ്പാൻ അപ്പൻ്റെ മുന്നിൽ നുണ പറഞ്ഞിട്ടും കാര്യം നേടി. പക്ഷെ ഇപ്പം യാക്കോബിന് മനസ്സിലായി ഇതാൾ മാറിയ ഈ അനുഗ്രഹം ഈ ഭൂമിയിലുള്ള സാധനമൊന്നുമല്ല. ശ്രദ്ധിക്കുക, ഈ ഭൂമിയിലുള്ള സാധനമൊന്നുമല്ല ദൈവം തരുന്ന അനുഗ്രഹം. ആടല്ല, പൊന്നല്ല, വണ്ടിയല്ല, ചെണ്ടയല്ല, ബംഗ്ലാവല്ല, എസ്റ്റേറ്റുമല്ല. ഈ ലോകം തരാത്തൊരു സാധനം. അതെന്താണെന്ന് ഞാൻ അവസാനത്തിൽ കൊണ്ടേ എത്തിച്ചോളാം. അതുകൊണ്ട് ഈ സ്വർഗീയ അനുഗ്രഹം തരുന്നവൻ്റെ മുന്നിൽ ഉള്ളത് പറഞ്ഞില്ലെങ്കിൽ കാര്യം നടക്കത്തില്ല. പൊട്ടക്കണ്ണനായ അപ്പൻ്റെ മുന്നിൽ യാക്കോബ് ഏശാവാന്ന് പറഞ്ഞപ്പോഴും അനുഗ്രഹം കിട്ടിയേ. പക്ഷെ ഇവിടെ ഉള്ള പേര് പറഞ്ഞില്ലെങ്കിൽ അനുഗ്രഹം കിട്ടത്തില്ല. ഉടനെ തൻ്റെ കപടമെല്ലാം മാറ്റിവെച്ചു, ഉപായെല്ലാം മാറ്റിവെച്ച്, ചതിയെല്ലാം മാറ്റിവെച്ചു. എന്നിട്ടൊറ്റ വാക്ക് പറയുക, സത്യസന്ധമായി എൻ്റെ പേര് യാക്കോബ്. ഇപ്പോഴാ മോനെ നീ നിർമ്മല ഹൃദയമുള്ളവനായത്. അപ്പൻ്റെ മുന്നിൽ ഏശാവ്, ദൈവത്തിൻ്റെ മുന്നിൽ യാക്കോബ്. മനസ്സിലായോ? ഇപ്പോൾ നീ ആരായി? നിർമ്മല ഹൃദയമുള്ളവനായി, കപടമില്ലാത്തവനായി, നീ ഇസ്രായേലായി. ചേർത്തൊരു കാര്യം കൂടെ പറയാം. ചിലർ പറയും ആ വിചാരം ഇസ്രായേലിനും ലക്ഷണവ്യക്തി യാക്കോബിനും ഭരിക്കയില്ല. അതുകൊണ്ട് ഞാൻ വിശ്വാസിയാണ്, ഞാൻ ബന്ധുക്കോസുകാരനാണ്, ഞാൻ ആരാധിക്കുന്നവൻ, ഞാൻ സ്നാനപ്പെട്ടവനാണ്, ഞാൻ അന്യഭാഷ പറയുന്നവനാണ്, അതുകൊണ്ട് ഇതൊന്നും എനിക്ക് ഭരിക്കുകയല്ല. വിശ്വാസം നല്ലത്, ഞാൻ അതിനോട് യോജിക്കുന്നു. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ വിചാരം ഇസ്രായേലിന്, ആർക്ക്? നിർമ്മല ഹൃദയമുള്ളവന്, ആർക്ക്? കപടമില്ലാത്തവന് ഭരിക്കയില്ല. ലക്ഷണവിദ്യ
യാക്കോബിന് ആർക്ക്? ഉള്ളത് പറയുന്നവന്, ആർക്ക്? ചതി ഉപേക്ഷിച്ചവന്, ആർക്ക്? നിർമ്മല ഹൃദയമുള്ളവന്, ആർക്ക്? ഉപായം കളഞ്ഞവന്, ആർക്ക്? കപടമില്ലാത്തവന് ഫലിക്കയില്ല. കാര്യം മനസ്സിലായല്ലോ? അതാണ് എൻ്റെ ശരിയായ വശം. ഇനി അവനോൻ ശോധന ചെയ്യുക, ഞാൻ യാക്കോബാണോ ഞാൻ ഇസ്രായേലാണെന്നോ, എന്നിട്ട് ഫലിക്കുകയോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പും സ്വീകരിക്കുക. അപ്പോൾ ഇവിടെ യാക്കോബ് താൻ പറയുന്നു, ഞാൻ യാക്കോബ് തന്നെയാണ്, എൻ്റെ പേര് യാക്കോബ് എന്നാണ്. നോക്കിക്കേ, നിർമ്മല ഹൃദയമുള്ളവനായി. അപ്പോൾ ദൈവം അവനെ അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹവും കൊണ്ട് താൻ അപ്പുറം കടന്നപ്പോൾ ഇതുവരെ തന്നെ അലട്ടിയ ഒരു പ്രശ്നമുണ്ടല്ലോ, ഞാനിതിൻ്റെ അപ്പുറം ചെല്ലുമ്പോൾ അന്ന് ഭീഷണി വാക്ക് പറഞ്ഞ എൻ്റെ ഒരു സഹോദരനുണ്ട്. അവൻ എന്നെ കണ്ണാലെ കണ്ടാൽ എൻ്റെ കഴുത്തിൽ നിന്നും എൻ്റെ തല വേറിട്ട് മാറും. ആ ചിന്തയാൽ സമാധാനം കെട്ടുപോയവനെ അവിടെ വെച്ച് അനുഗ്രഹിച്ചപ്പോൾ സമ്മാനങ്ങൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും പ്രസാദിപ്പിക്കാൻ കഴിയാതെ പോയ ഏശാവിനെ ഇതാ യാക്കോബ് താൻ ദൈവവുമായി പിടുത്തം കൂടി യാബോക്ക് കടവിൽ നിന്ന് പ്രാപിച്ച അനുഗ്രഹമായി ചെന്നപ്പോൾ ഇതാ ശത്രുത വെടിഞ്ഞ് സഹോദരൻ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ആലിംഗനം ചെയ്ത് സ്വീകരിക്കുന്ന ഒരു മനസ്സ്. ഈ മനസ്സ് ഏശാവിനുണ്ടായപ്പോഴാണ് യാക്കോബ് അനുഗ്രഹിക്കപ്പെട്ടത്. മനസ്സിലായല്ലോ? യഹോവ തൻ്റെ ജനത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കും. 21 വർഷം ലാബാൻ്റെ വീട്ടിൽ കിടന്ന് കീറാമുട്ടി കീറിയപ്പോഴൊന്നും തനിക്കൊരു ടെൻഷനും ഉണ്ടായില്ല. ഈ സമ്പത്തുമായി അഭിമാനത്തോടുകൂടി വഴിയിലൂടെ നടന്നു വന്ന് യാബോക്ക് കടവിലെത്തുന്നോളം വരെ തനിക്ക് ഒരു ടെൻഷനും ഉണ്ടായില്ല. അക്കരെ കടന്നാൽ തൻ്റെ സ്ഥിതി എന്താണെന്നുള്ള ഭാരം തൻ്റെ സമാധാനത്തെ കെടുത്തിക്കളഞ്ഞപ്പോൾ ഇതാ ദൈവമായി പിടുത്തം കൂടിയവന് തൻ്റെ സമാധാനം നൽകി അനുഗ്രഹിച്ചു. ഇതാണ് യാക്കോബിന് കൊടുത്ത അനുഗ്രഹം. അല്ല, ചിലരൊക്കെ ധരിച്ചിരിക്കുന്നത് പോലെയും പണമാണ്, സമ്പത്താണ്, പൊന്നാണ്, വെള്ളിയാണ് അനുഗ്രഹമെങ്കിൽ ഈ യാക്കോബിനും ഈ അബ്രാഹാമിനും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹത്തിൻ്റെ ആവശ്യമില്ല. ഇത് രണ്ടു പേർക്കും ആവശ്യത്തിനുണ്ടായിരുന്നു. എൻ്റെ ഉപസംഹാരത്തിലേക്ക് വരട്ടെ. കർത്താവായ യേശു തൻ്റെ ദൗത്യങ്ങളെല്ലാം കഴിഞ്ഞ് സ്വർഗാരോഹണം ചെയ്യാനുള്ള സമയം അടുത്ത് വന്നപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ പറയുന്നു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെ അല്ല. ലോകം തരുന്നത് പോലെ അല്ല. അതാണ് ഞാനതും പറഞ്ഞത്. ആ ദൈവിക അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവം തൻ്റെ ജനത്തിന് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് സമാധാനമാണ്. ഞാൻ പഴയ നിയമത്തിലുള്ള വാക്യം കൂടി വായിച്ച് ഇതിനോട് ചേർത്ത് ചിന്തിക്കാം. ഹബക്കുക്ക് പ്രവചനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ വായിക്കാൻ പോവുകയാണ്. അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവ് മരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കയില്ല, ആട്ടിൻകുട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലയിലെ കന്നുകാലികൾ ഉണ്ടായിരിക്കയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ സന്തോഷത്തിൽ ഘോഷിച്ചു ഉല്ലസിക്കും. ഇവിടെ പറയുന്നത് അത്തിവൃക്ഷത്തിൻ്റെ അതിൻ്റെ പ്രയത്നത്തിൻ്റെ ഫലം ഒലിവ് വൃക്ഷത്തിൻ്റെയോ മുന്തിരിവള്ളിയുടെയോ ഒന്നും പ്രയത്നത്തിൻ്റെ ഫലം എല്ലാം നശിച്ചു പോയാലും, ആട്ടിൻകുപ്പറ്റമെല്ലാം നഷ്ടപ്പെട്ട് തൊഴുത്ത് ശൂന്യമായാലും, കന്നുകാലികളും എല്ലാം ചത്തൊടുങ്ങി തൊഴുത്ത് നശിച്ചു പോയാലും, ഇതെല്ലാം സംഭവിച്ചാൽ അയൽവാസികൾ എന്താ പറയും? എന്തോ കുരുത്തക്കേടുണ്ട്, അതുകൊണ്ടെല്ലാം നശിച്ച് തീർന്നു പോയെന്ന് പറയും. ഇവിടെ ഭക്തൻ പറയുകയാ, എങ്കിലും ഞാൻ യഹോവയുടെ സന്നിധിയിൽ ഘോഷിച്ച് ആനന്ദിച്ച് ഉല്ലസിക്കും, കാരണം അവരിൽ നിന്ന് സമാധാനം പോയിട്ടില്ല. ഇനി കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ അവസാന ഭാഗം ഞാൻ പറഞ്ഞു, പ്രിയ ശ്രോതാവേ, താങ്കൾക്ക് ചോർന്നൊലിക്കുന്നൊരു വീടായിരിക്കാം ഉണ്ടായിരിക്കുന്നത്, കയറിക്കിടക്കാൻ നല്ലൊരു ഇടമില്ലായിരിക്കാം, യാത്ര ചെയ്യുവാൻ സ്വന്തമായ ഒരു സൈക്കിൾ പോലും ഇല്ലായിരിക്കാം, സമൃദ്ധിയായ ആഹാരമൊന്നും ഉണ്ടായിരുന്നില്ലായിരിക്കാം, ചൂണ്ടിക്കാണിക്കുവാനോ ബാങ്ക് ബാലൻസ് ഉണ്ടെന്നോ പറയുവാനോ ഒന്നുമില്ലായിരിക്കാം. കർത്താവ് തന്നിട്ട് പോയ സമാധാനം നിന്നിലുണ്ടോ? നീ അനുഗ്രഹിക്കപ്പെട്ടവനാ. കാരണം ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു.
ഈ 3.5 വർഷം കൂടെ നടന്ന ശിഷ്യന്മാർ തങ്ങളുടെ ജോലികളെല്ലാം ഉപേക്ഷിച്ചിട്ട് പോകുന്ന ശിഷ്യന്മാർക്ക് ഏതൊക്കെയായാലും പത്രാച്ച ഇത്ര നാളും കൂടെ നിന്നതല്ലേ, നിനക്കൊരു ബോട്ടും കുറേ വലയും അതിനുള്ള സൗകര്യമൊക്കെ ഞാൻ തരാം, അതുപോലെ മത്തായി നിനക്ക് ഞാനൊരു പ്രമോഷൻ തരാം. ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. പോകാൻ നേരത്ത് പറഞ്ഞ് ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നിട്ട് പോകാം. പ്രിയ ശ്രോതാവേ, താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാൻ എന്തെല്ലാം ഉണ്ടെന്നുവെങ്കിലും ദൈവസന്നിധിയിൽ സമാധാനമില്ല എങ്കിൽ താങ്കൾ അനുഗ്രഹിക്കപ്പെട്ടവനല്ല. മറിച്ച് താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒന്നുമില്ല എങ്കിലും, ഭൗതിക നന്മകൾ ഒന്നും കാണിക്കാനില്ലെങ്കിലും അവൻ്റെ സന്നിധിയിൽ ആനന്ദവും സന്തോഷവും സമാധാനവുമുണ്ടെങ്കിൽ താങ്കൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. ഈ വചനം കേൾക്കുന്ന ഒരു ദൈവദാസനായെങ്കിൽ മറ്റുള്ളവരെ പോലെ ചൂണ്ടിക്കാണിക്കാൻ ഒന്നുമില്ല എങ്കിലും നിന്റെ ഭവനത്തിനുള്ളിൽ സമാധാനമുണ്ടെങ്കിൽ ദൈവദാസ താങ്കൾ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. ചേർത്ത് ഞാൻ ഒന്നും കൂടി പറയാം. എൻ്റെ ജീവിതത്തിൽ നിന്നെ തകർത്തു കളയുവാൻ പിശാചിൻ്റെ ശക്തമേറിയതും ഒടുക്കത്തതുമായ ആയുധം നിനക്ക് നിരാശ കൊണ്ടുവരിക എന്നുള്ളതാണ്. കാരണം നിരാശ കൊണ്ടുവന്നാൽ സമാധാനം പോയി. എന്നിട്ട് പിശാച് മാറുന്നൊരു ചോദ്യം ചോദിക്കും, നിന്റെ കർത്താവ് നിനക്ക് തന്നിട്ട് പോയ എന്തുവാ സമാധാനം, അതെന്തിയേ? ഈ ചോദ്യം ചോദിക്കാനാണ് നിന്റെ ജീവിതത്തിൽ വരുന്ന സകല പ്രശ്നങ്ങളും, നീ അഭിമുഖീകരിക്കുന്ന സകല വിഷയങ്ങളും നിരാശ കൊണ്ടുവന്ന് ഈ സമാധാനത്തെ കെടുത്തിക്കളഞ്ഞിട്ട് പിശാചിന് മാറി നിന്ന് ചോദിക്കാനുള്ള ചോദ്യമാണ്, അവൻ തന്നിട്ട് പോയത് എന്തിയേ? ഹബക്കുക്ക് പ്രവാചകൻ പറഞ്ഞതുപോലെ, അത്തിവൃക്ഷമോ മുന്തിരിവള്ളിയോ അതിൻ്റെ ഫലങ്ങളൊന്നും തന്നില്ല എങ്കിലും, തൊഴുത്തിലെ ആടുകളും മാടുകളുമെല്ലാം ചത്തൊടുങ്ങി തൊഴുത്തുകൾ ശൂന്യമായി പോയാലും, യഹോവയുടെ സന്നിധിയിലുള്ള എൻ്റെ ആനന്ദവും പ്രമോദവും നിലനിൽക്കുന്നിടത്തോളം കാലം ഞാൻ പരാജയപ്പെട്ടവനല്ല എന്ന് ദൈവസന്നിധിയിൽ ഉറപ്പോടെ പറയുവാൻ ഇന്ന് ഈ വേറിട്ട ചിന്തയുടെ 112ാമത്തെ എപ്പിസോഡിൽ അനുഗ്രഹം എന്താണെന്നുള്ള വിഷയത്തിൻ്റെ പര്യവസാന ഭാഗത്ത് ഞാൻ എൻ്റെ ശ്രോതാക്കളെ ഒന്നും കൂടി പറയട്ടെ. ദൈവം അനുഗ്രഹിക്കുന്ന അനുഗ്രഹം സ്വർഗീയ സമാധാനമാണ്. അത് ഈ ലോകത്തിൽ ആർക്കും തരാൻ കഴിയാത്തതാണ്. പൊന്നും വെള്ളിയും ആർക്കും തരാൻ കഴിയും, പണം ആർക്കും സ്പോൺസർ ചെയ്യാൻ പറ്റും. ആടുമാടുകളോ സമ്പത്തുകളോ ഏക്കർ കണക്കിന് സ്ഥലങ്ങളോ മണിമന്ദിരം പോലുള്ള കൊട്ടാരങ്ങളോ ഒക്കെ സൗജന്യമായി തരാൻ ആർക്കും കഴിയും. ആർക്കും തരാൻ കഴിയാത്തതൊന്നാണ് ആനന്ദം, സമാധാനം. അത് തന്നിട്ടാണ് നമ്മുടെ അരുമനാഥൻ പോയത്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളുടെ ചുരുക്കുന്നു. യഥാർത്ഥമായ ദൈവിക അനുഗ്രഹമെന്ന് വാഗ്ദത്തം ചെയ്തു കൊടുത്തത്, നീ ഭാരപ്പെടുന്ന വിഷയത്തിന് നിനക്ക് പരിഹാരം. അബ്രഹാമിൻ്റെ സന്തതിയില്ല എന്നുള്ള ഭാരം, തൻ്റെ സഹോദരനായി ലോത്തും തൻ്റെ കുടുംബം പിടിക്കപ്പെട്ടു എന്നുള്ള ഭാരം, യാക്കോബിന് അക്കരെ കടന്നാൽ തൻ്റെ സഹോദരനാൽ വധിക്കപ്പെടും എന്നുള്ള ഭാരം, ഇവകൾക്ക് മൂന്നിനും പരിഹാരം വരുത്തി സമാധാനം കൊടുത്ത ദൈവം പറയുന്നു, യഹോവ തൻ്റെ ജനത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കുന്നു. ഈ സമാധാനം നമ്മൾ നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് വേറിട്ട ചിന്തയുടെ 112ാം എപ്പിസോഡ് വിരാമം കുറിക്കുന്നു. നമുക്ക് വീണ്ടും പുതിയ വചനചിന്തകളുമായി കൂടി കാണാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.